show that the sample mean x bar is an unbiased estimator of 1 by theta for the distribution f of x theta is equal to theta into 1 minus theta raised to x minus 1, x equal to 1 to etc. 0 less than theta less than 1. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മളോട് എന്താ പറയുന്നത്? ഈ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലേ, ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് 1 by തീറ്റേൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാൻ തന്നിട്ടുള്ളത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 1 by തീറ്റ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. കണ്ടോ, സാമ്പിൾ മീൻ എക്സ് ബാർ ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് 1 by തീറ്റ. നമുക്ക് എന്താ കാണേണ്ടത്? എക്സ് ബാർ ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് 1 by തീറ്റ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 1 by തീറ്റ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. അപ്പം നോക്ക്, ലെറ്റ് x1 x2 വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതൂ. ലെറ്റ് x1 x2 എക്സെട്ര xn be a random sample drawn from f of x theta. അതായത് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതിനാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്താ വരിക? സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to infinity. എന്താ അങ്ങനെ കൊടുക്കുന്നത്? നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് സെമ്മിൽ എക്സ്പെക്റ്റേഷനിലെ സെക്കൻഡ് സെമ്മ് തേർഡ് സെമ്മിലല്ലേ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ, അതായത് മറ്റുള്ള ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പെക്റ്റേഷൻ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് എന്ത് കാണാൻ യൂസ് ചെയ്യുന്ന? എക്സ്പെക്റ്റേഷൻ കാണാൻ. ഇവിടെ എന്താണ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ തീറ്റ 1 മൈനസ് തീറ്റ റൈസ് ടു എക്സ് മൈനസ് 1. ഇപ്പം ചില ആളുകൾക്ക് സംശയം, എന്താ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത്? ഇവിടെ എക്സ് തീറ്റ കൊടുത്തിട്ടില്ലേ? ഞാൻ നിങ്ങളോട് ആദ്യമേ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സിനെയും അതിൻ്റെ പാരാമീറ്റേഴ്സ് കൂട്ടി എഴുതാം. ഇപ്പം നമ്മൾ എന്താ പറയുക, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സ് നമ്മൾ ഇങ്ങനെ എഴുതാം, എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്താണ്? എന്നും പി ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് എൻ കോമ പി സി ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, കുഴപ്പമില്ല. എഫ് ഓഫ് എക്സിന് എഫ് ഓഫ് എക്സ് എൻ കോമ പിന്നെ എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് എഴുതാം കേട്ടോ. അതായത് എഫ് ഓഫ് എക്സിന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, കുഴപ്പമില്ല. അതിൻ്റെ പാരാമീറ്റേഴ്സിനെ കൂട്ടി എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ കാണുകയാണ്, ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണുകയാണ്. എന്താ വരിക? എക്സ് ഈക്വൽ ടു 1 to infinity എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് കൊടുത്തു. ഓക്കെ, എന്തുകൊണ്ട് എക്സ് ഈക്വൽ ടു 1 to infinity തന്നത്? സംശയം വരണ്ട. അവിടെ എക്സിന് വാല്യൂ നോക്ക്, 1 2 3 എക്സെട്രാ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തത് വരെ എഴുത്. ഓക്കെ, ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോവാം കേട്ടോ. നമ്മൾ ആദ്യം എന്ത് കൊടുത്തു? എക്സിന് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഈ ഒരു ടേം 1 ആയി പോവും അല്ലേ? എക്സിന് 1 കൊടുക്കുമ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താണ്? ഈ ടേം മൊത്തം ഇവിടെ 1 ഇവിടെ 1. അപ്പോൾ ഇത് 1 ആയി, ഈ ഒരു ടേമും 1 ആയി. പിന്നെ തീറ്റ നിങ്ങൾക്ക് അറിയാലോ, വാല്യൂസ് കൊടുക്കാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. വാല്യൂസ് കൊടുത്തു കേട്ടോ. എക്സിന് 1 കൊടുത്തു, എക്സിന് 2 കൊടുത്തു, എക്സിന് 3 കൊടുത്തു, അങ്ങനെ ഇൻഫിനിറ്റി വരെ അതെങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് ഈ സ്റ്റെപ്പ് വരെ എഴുതാം, ഈ ഒരു ഒറ്റ സ്റ്റെപ്പ്. ഇത്ര ഉണ്ടെങ്കിൽ ഇത്ര എഴുതാം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്ക്, തീറ്റ അതായത് എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്തു? തീറ്റേനെ പുറത്തേക്ക് എടുത്തു. ഇവിടുന്ന് തീറ്റേനെ പുറത്തേക്ക് എടുത്ത് എന്താ കിട്ടുക? 1 വരും. ഇവിടെ തീറ്റേനെ പുറത്തേക്ക് 2 into 1 മൈനസ് തീറ്റ. ഇവിടെ തീറ്റേനെ പുറത്തേക്ക് എടുത്താൽ 3 into 1 മൈനസ് തീറ്റ സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് അങ്ങനെ പോവും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു ടേമിനെ, അതായത് ഈ ടേമിനെ കേട്ടോ, ഈ ഒരു ടേമിനെ നമുക്ക് ഈ തീറ്റേനല്ല, ഈ 1 plus 2 into 1 മൈനസ് തീറ്റ, അതേപോലെ 3 into 1 മൈനസ് തീറ്റ സ്ക്വയർ, നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഈ ഇക്വേഷൻ കൂടെ കമ്പയർ ചെയ്താലേ മനസ്സിലാവുള്ളത്. 1 plus 2x plus 3x സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് ഈ ഒരു മോഡലല്ലേ ഇക്വേഷൻ വരണം. നോക്ക്, 1 plus 2x, ഇത് എക്സ് ആണ് കേട്ടോ, 3 into x സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 1 മൈനസ് തീറ്റയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എഴുതുന്ന ഒരു ഫോമാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, 1 by 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, 1 by 1 മൈനസ് എക്സ് സ്ക്വയർ ഈ ഒരു ടേമിന്. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോക്ക്, എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? 1 മൈനസ് തീറ്റയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം?
1 മൈനസ് 1 മൈനസ് തീറ്റ സ്ക്വയർ, എക്സിൻ്റെ സ്ഥാനത്ത് 1 മൈനസ് തീറ്റ. ഈ തീറ്റ ഇവിടെ ഉണ്ട്, തീറ്റ അതേപോലെ ഇവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് എന്ത് എഴുതാം? 1 മൈനസ് 1 ബൈ തീറ്റ സ്ക്വയർ. 1 മൈനസ് 1 ബൈ തീറ്റ, ഈ 1ഉം 1ഉം ക്യാൻസൽ ചെയ്ത് പോവും. സോ ഇതിനെന്ത് ചെയ്യുക? നെഗറ്റീവിൻ്റെ പുറത്തേക്ക് എടുത്താൽ അപ്പോൾ ഈ 1ഉം 1ഉം ക്യാൻസൽ ചെയ്യും. ഈ മൈനസും മൈനസും ഒരുമിച്ച് പ്ലസ് ആവും തീറ്റ സ്ക്വയർ. അപ്പോൾ തീറ്റ ബൈ തീറ്റ സ്ക്വയർ എന്ന് കിട്ടും 1 ബൈ തീറ്റ. 3 എഴുതുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സൈഡിൽ എഴുതി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ? ആ ഡൗട്ടുള്ള പോർഷൻസ് ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് പിറ്റത്തെ ദിവസം വരുമ്പോൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾ കഴിഞ്ഞു. ഇനി അപ്പോൾ നമുക്കത് കിട്ടി. നമുക്ക് എന്താ കിട്ടിയത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 1 ബൈ തീറ്റ കിട്ടി. ഇനി നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ കാണുകയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ, വാട്ട് ഈസ് മീൻ ബൈ എക്സ് ബാർ? സമ്മേഷൻ എക്സ് ഐ ബൈ എൻ ആണ് എക്സ് ബാർ അല്ലേ? സമ്മേഷൻ എക്സ് ഐ ബൈ എൻ ആണ് എക്സ് ബാർ. എക്സ് ബാറിന് പകരം നമ്മൾ അത് എഴുതി. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് എഴുതൂ. ഓക്കെ, എഴുതിയില്ലേ? ഇനി 1 ബൈ എൻ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ എക്സ് ഐ, അതായത് ഇവിടെയുള്ള 1 ബൈ എൻ ഇല്ലേ, ആ 1 ബൈ എന്നിന് എന്ത് ചെയ്തു? പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ 1 ബൈ എൻ എന്ത് ചെയ്തു? പുറത്തേക്ക് കൊണ്ടുവന്നു. പുറത്തേക്ക് ഉണ്ടോ? ഈ 1 ബൈ എന്നിനെ, അതായത് ഇവിടെ എൻ ഉണ്ട്, അതായത് 1 ബൈ എന്നെ പുറത്തേക്ക് വന്നു. എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ എക്സ് ഐ. ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടോ, എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ എക്സ് ഐ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സമ്മേഷനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സമ്മേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ടൈംസ് ഇതിനെ സം ചെയ്യണം, അതല്ലേ മീനിങ്? എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ എക്സ് ഐ. അപ്പോൾ നമ്മൾ ഈ സമ്മേഷനെ നമ്മൾ എന്ത് ചെയ്തു? പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ സമ്മേഷനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? അത് എൻ ടൈംസ് ആവും. സമ്മേഷൻ പറഞ്ഞാൽ എൻ ടൈംസ് സം ചെയ്യുക എന്നുള്ളതാണ് മീനിങ് അല്ലേ? കാരണം എന്താ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എക്സിൻ്റെ വാല്യൂ 1 മുതൽ ഇൻഫിനിറ്റി വരെ അല്ലേ, പിന്നെ എന്താ എൻ എന്നൊക്കെ പറയണം. നമ്മളിവിടെ എന്തിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കണേ? സാമ്പിളാണ്. സാമ്പിൾ നമ്മൾ എൻ സാമ്പിൾ അല്ലേ എടുക്കുക, അല്ലാതെ നമുക്ക് അറിയാത്ത നമ്പേഴ്സ് ഇൻഫിനിറ്റി സാമ്പിളൊക്കെ നമ്മൾ എടുക്കില്ല. അതുകൊണ്ട് എന്താണ്? സമ്മേഷൻ പറഞ്ഞാൽ എൻ ടൈംസ് സം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എൻ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ. ഈ എന്നും ക്യാൻസലായി. ഈ എന്നും എന്തായി? ക്യാൻസൽ ചെയ്ത് പോകും. 3 എഴുതൂ. ഓക്കെ, എന്നും ക്യാൻസലായി. ഈ നോക്ക്, ഇനി എന്താ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ നമ്മൾ തൊട്ട് മുകളിൽ കണ്ടുപിടിച്ചത് എന്താ? 1 ബൈ തീറ്റ. അത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ എന്നും ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താ കിട്ടിയത്? 1 ബൈ തീറ്റ. നമ്മളിവിടെ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 1 ബൈ തീറ്റ ആണോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കിട്ടിയില്ല. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 1 ബൈ തീറ്റ. നമുക്ക് എന്ത് പറയാം? എക്സ് ബാർ ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് 1 ബൈ തീറ്റ. ഓക്കെ, 3 എഴുതുക കേട്ടോ. വീഡിയോ പോസ് ചെയ്തിട്ട് 3 എഴുതുക. ഓക്കെ, അതിൻ്റെ ബാക്കി ഇവിടെ ഉണ്ട് കേട്ടോ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 1 ബൈ തീറ്റ. ദാറ്റ് മീൻസ് എക്സ് ബാർ ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് 1 ബൈ തീറ്റ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. x1, x2, etc. xn is a random sample from a population following Poisson distribution with parameter lambda. Suggest any 3 unbiased estimators of lambda. നമ്മളോട് നേരെ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കുകയാണ്. അതായത് ലാംഡയ്ക്ക് ഇനി 3 അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് നമുക്ക് ഇത് പറയാം. ടി ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ. ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് നമുക്കറിയില്ല. അതായത് ഈ ലാംഡയ്ക്ക് പറ്റി എക്സ്പെക്റ്റേഷൻ ഓഫ് ഒരു ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ കിട്ടണം. നേരെ തിരിച്ച് ചോദിക്കുകയാണ് അല്ലേ? ഫൈൻഡ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഫോർ ലാംഡ. ലാംഡയ്ക്ക് പറ്റിയ ഒരു എസ്റ്റിമേറ്ററിന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ തീറ്റയ്ക്ക് പകരം എന്താണ്? ടി ആണ് അല്ലേ? ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ ആട്ടോ അത് പറഞ്ഞത്. അപ്പോൾ ലാംഡയ്ക്ക് പകരം ഇവിടെ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണം. എന്താ കണ്ടീഷൻ? എക്സ്പെക്റ്റേഷൻ ഓഫ് ആ സംഭവം, അതായത് ആ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ നമ്പർ എന്തോ ആയിക്കോട്ടെ, എക്സ്പെക്റ്റേഷൻ ഓഫ് ആ സാധനമോ ക്വാണ്ടിറ്റിന്നോ ഒക്കെ എന്ത് വേണേൽ പറയാം. ആ ഒരു ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ലാംഡ കിട്ടണം. അതാണ് നമ്മൾ കണ്ടീഷനിൽ നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുത്. നമുക്ക് ചെയ്യാം കേട്ടോ. x1, x2, etc. ആൻസർ ആണ് പറയണത്. ഈസ് എ റാൻഡം ഒബ്സർവേഷൻ ഫ്രം എ പോയ്സോൺ പോപ്പുലേഷൻ വിത്ത് പാരാമീറ്റേഴ്സ് ലാംഡ. നമ്മൾ എന്ത് ചെയ്തു? ലാംഡ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന കുറച്ച് സാമ്പിൾ എടുത്തു. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ ഈസ് ഈക്വൽ ടു ലാംഡ. അത് നമുക്കറിയുന്ന കാര്യമാണ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ലാംഡയാണ്.
എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മീനാണ് പറയുക, മറക്കരുത് കേട്ടോ. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് ലാംഡയാണ്. മീൻ എന്ന് പറയുന്ന സെയിം സംഭവം തന്നെയാണ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നതും. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നതും മീൻ എന്ന് പറയുന്നതും സെയിം ആണ് അല്ലേ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡയാണെന്ന് അറിയാം. ഐ ഇസ് ഈക്വൽ ടു ആൻഡ് എക്സെട്ര എൻ. ഇനി എക്സ് ആയി കൊടുത്തതിന് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട കേട്ടോ, നമ്മൾ ജസ്റ്റ് ജനറൽ ആയിട്ട് പറയുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, T1 ഞാൻ ജസ്റ്റ് എടുക്കുക കേട്ടോ. T1 ഇസ് ഈക്വൽ ടു x1. T1 ഇസ് ഈക്വൽ ടു x1. അതായത് T1 പറഞ്ഞ എന്താണ്, ഫസ്റ്റത്തെ എസ്റ്റിമേറ്റർ T1 എന്ന് എടുത്തു. T1 ആണ് ഫസ്റ്റത്തെ എസ്റ്റിമേറ്റർ, അത് x1 ആണെന്ന് കൊടുത്തു. T2 ആണ് രണ്ടാമത്തെ എസ്റ്റിമേറ്റർ, അത് x1 പ്ലസ് x2/2 ആണെന്ന് എടുത്തു. ഓക്കെ, അടുത്ത Tn x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn/n ആണെന്ന് ഞാൻ എടുത്തു. നിങ്ങൾക്ക് ഇനി താഴെ ചെയ്യുമ്പോൾ മനസ്സിലാവട്ടെ എന്തുകൊണ്ടാണ് അതിങ്ങനെ എടുത്ത്. അപ്പോൾ ഇത്രയും എഴുതുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് 3 അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് ഞാൻ എടുത്തു. ഓക്കെ, ആർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഓഫ് ലാംഡ, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ്. ഇത് 3 അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് എടുത്തു. ഇനി ഞാൻ ചെയ്ത് നോക്കണം, എക്സ്പെക്റ്റേഷൻ ഓഫ് T1 എന്ന് പറയുന്നത് ലാംഡ കിട്ടുന്നുണ്ടോ നോക്കുകയാണ്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ലാംഡയ്ക്ക് പറ്റിയ കുറച്ച് എസ്റ്റിമേറ്റേഴ്സിനെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് T1 എന്ന് പറഞ്ഞാൽ എന്താ അടുത്ത x1. എക്സ്പെക്റ്റേഷൻ ഓഫ് x1 ഇസ് ഈക്വൽ ടു എന്താണ്, ലാംഡയാണ്. അപ്പം ഇനി കൺഫ്യൂഷൻ വരണ്ട. എക്സ്പെക്റ്റേഷൻ ഓഫ് xi ഇസ് ഈക്വൽ ടു ലാംഡയാണ്. ഈ ഐക്ക് ഏത് നമ്പേഴ്സ് കൊടുത്താലും വാല്യാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പറഞ്ഞാൽ എന്താണ്, ലാംഡ. എക്സ്പെക്റ്റേഷൻ ഓഫ് x2 പറഞ്ഞാൽ എന്താണ്, ലാംഡ. എക്സ്പെക്റ്റേഷൻ ഓഫ് x3 പറഞ്ഞാൽ എന്താണ്, ലാംഡയാണ്. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് T1 എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് x1. T1 ഇസ് ഈക്വൽ ടു T2 നമ്മൾ തൊട്ട് മുകളിലെടുത്തിട്ടുണ്ട്, ലാംഡ കിട്ടി. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് T2 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് x2/2. എക്സ്പെക്റ്റേഷൻ ഓഫ് നോക്ക്, ഈ 1/2 ഞാൻ പുറത്തേക്ക് എടുത്തു, ജസ്റ്റ് ഇവിടെ പുറത്ത് എഴുതി. ബാക്കി എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് x2, എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x2 അല്ലേ, എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x2. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. എക്സ്പെക്റ്റേഷൻ ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഡ. x2 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് x2 എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഡ. ലാംഡ പ്ലസ് ലാംഡ എത്ര വരിക, 2 ലാംഡ. ഈ 2ഉം ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, ലാംഡ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ്പെക്റ്റേഷൻ ഓഫ് T1 ഇസ് ഈക്വൽ ടു ലാംഡ, എക്സ്പെക്റ്റേഷൻ ഓഫ് T2 ഇസ് ഈക്വൽ ടു ലാംഡ കിട്ടി. വീഡിയോ പോസ് ഇത്ര എഴുതൂ. അതേപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് Tn കാണാൻ അറിയാലോ, ഇതേപോലെ എഴുതി. Tn പറഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn/n ആണ്. ഈ 1/n പുറത്തേക്ക് എടുത്തു. ബാക്കി എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn. എന്താ 1/n പുറത്തേക്ക് എടുത്തു. ഈ ഒരു ടേമിന് എന്ത് എഴുതി, n ലാംഡ. അറിയാലോ, അതിന് ടൈംസ് ഉണ്ടാവും ഇത് എഴുതുമ്പോൾ. കൺഫ്യൂഷൻ വന്ന് ചോദിക്കുക, എന്തുകൊണ്ട് n ലാംഡ വന്നു എന്ന് സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുക. കാരണം ഇതൊക്കെ അത്രയും ബേസ് സിമ്പിളാണ്, അതുകൊണ്ടാണ് പിന്നെയും ഓരോ സ്റ്റെപ്പ് പറയാത്തത്. 1/n ഇൻറ്റു n ലാംഡ, ഈ എന്നും ക്യാൻസൽ ചെയ്തു, ലാംഡ കിട്ടി. ഇത്ര എഴുതു വീഡിയോ പോസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ്പെക്റ്റേഷൻ ഓഫ് T1 ഇസ് ഈക്വൽ ടു ലാംഡ, എക്സ്പെക്റ്റേഷൻ ഓഫ് T2 ഇസ് ഈക്വൽ ടു ലാംഡ, എക്സ്പെക്റ്റേഷൻ ഓഫ് Tn ഇസ് ഈക്വൽ ടു ലാംഡ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, T1, T2, Tn ആർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഓഫ് ലാംഡ. ഓക്കെ, ഇത്ര എഴുതാം കേട്ടോ.